ബന്ധങ്ങളൊന്നും ഒരു ഗ്യാരണ്ടി തരുന്ന ഒന്നല്ല. ഒരു നല്ല ആളെ വിവാഹം ചെയ്താൽ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആകും. അതേസമയം തെറ്റായ ഒരാളെ വിവാഹം ചെയ്താൽ അതോടെ ജീവിതം അവസാനിച്ചു. ഇതൊക്കെ വളരെ ഡ്രാമാറ്റിക് ആയിട്ട് പറയുന്ന ഡയലോഗുകളാണ്. പക്ഷേ ആരാണ് ഈ ശരിയായ വ്യക്തി? അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? വിവാഹത്തിന് മുൻപ് തന്നെ നമ്മളോട് വളരെ കാമായിട്ട് സ്നേഹത്തോടെ കരുണയോടെ സംസാരിക്കുകയും നമുക്ക് ഒരു റെസ്പെക്റ്റ് തരികയും ചെയ്യുന്ന ആളാണെങ്കിൽ വിവാഹത്തിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ വിവാഹത്തിന് മുൻപ് തന്നെ നമ്മളോട് വളരെ അഗ്രസീവായിട്ട് നമ്മളോട് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് കാണിച്ചുകൊണ്ട് നമ്മളോൾക്ക് ഒരു റെസ്പെക്റ്റ് തരാത്ത ഒരാളാണ് അദ്ദേഹമെങ്കിൽ വിവാഹത്തിന് ശേഷം അത് കൂടാനുള്ള ചാൻസേ ഉള്ളൂ. കാരണം വിവാഹത്തിലൂടെ അയാൾ നമ്മളോട് ഒരു അധികാരമായിരിക്കും എടുക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ റിസർച്ചുകൾ പറയുന്നത് 48% ഓഫ് ആളുകളും അവരുടെ വിവാഹ ജീവിത ബന്ധത്തിൽ വളരെ ഹാപ്പിയാണ്. ബാക്കി 38% ഓഫ് ആളുകളും റൂംമേറ്റ്സിനെ പോലെയാണ്. ബാക്കി 38% ഒരു മിസ് മാച്ചാണ്. അവർക്ക് ഇതൊരു ട്രാപ്പായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലേറ്റവും ബെറ്റർ ലിവിങ് റിലേഷൻഷിപ്പ് അല്ലേ എന്ന്. റിലേഷൻഷിപ്പ് അത് ഏതാണെങ്കിലും അതിൽ ഒരു ക്ലാരിറ്റി, ഒരു ഇമോഷണൽ സേഫ്റ്റി, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്, ഇത് എല്ലാം വളരെ നല്ലതാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ.